ഭൂമിയിലെ സ്വർഗത്തിലേക്കൊരു കവാടം അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ഞാനിന്ന് എത്തിയിരിക്കുന്നത്. വളരെ ചുരുങ്ങിയ ചിലവിൽ നമുക്ക് കുട്ടനാട് ആസ്വദിക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളും കാഴ്ചകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലം പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ്. ആലപ്പുഴ ജില്ലയിൽ വന്നാൽ ഹൗസ് ബോട്ട് അല്ലെങ്കിൽ കരിമീൻ, ഇതിനപ്പുറത്തേക്കൊന്നും പുറത്തുള്ള ജില്ലക്കാർക്കൊന്നും അറിവില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. ആലപ്പുഴ AC റോഡിലൂടെ വരുമ്പോഴത്തേക്ക് കൈനഗരി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെയാണ് ഈ ടെർമിനൽ ഉള്ളത്, കൈനഗരി ടെർമിനൽ. 10,000-ഉം 12,000-ഉം രൂപ മുടക്കി ഹൗസ് ബോട്ടിൽ യാത്ര ചെയ്യുന്നതിനെക്കാട്ടി അടിപൊളി ത്രില്ലുള്ളൊരു യാത്രയുണ്ട്. നമ്മുടെ ഈ വള്ളത്തിൻ്റെ അകത്ത്, എൻജിൻ വെച്ച വെള്ളത്തിൻ്റെ അകത്ത് നമുക്ക് പോയാലോ. അതും മണിക്കൂറിന് 300 രൂപ മാത്രം. നമുക്കൊരു 8, 9, 10 പേർക്കൊക്കെ യാത്ര ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, നമുക്ക് കൂടുതൽ വൈബിൽ ആസ്വദിക്കാനും പറ്റും. കായൽ കാഴ്ചകളൊക്കെ വളരെ അടുത്ത് മനോഹരമായിട്ട് കാണാൻ പറ്റുന്ന ഒരു യാത്രയാണ് ഈ വള്ളത്തിൻ്റെ അകത്ത്. ഹൗസ് ബോട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലോട്ടൊക്കെ നോക്കിയിരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരു മടുപ്പായിരിക്കും. പിന്നെ ഒരുപാട് പേരോട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗെയിംസ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാം. പക്ഷേ ആസ്വാദനം എന്നുള്ള നിലയ്ക്ക് നമുക്ക് യാത്ര ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒന്ന് വള്ളത്തിലൊന്ന് യാത്ര ചെയ്ത് നോക്കണം. നമ്മളത് ആ കാണുന്നതാണ് ടെർമിനൽ കേട്ടോ. അവിടെ ഇപ്പം ഒരുപാട് പേര് വിനോദസഞ്ചാരികൾ വരുന്നുണ്ട്. എന്നാലും ഒരുപാട് തിരക്ക് എന്ന് പറയാനുമില്ല. ബോട്ടുകളും ഷിക്കാരയും സ്പീഡ് ബോട്ടും അങ്ങനെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ എല്ലാം നമ്മുടെ ഈ ടെർമിനലുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കാശ്മീരൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് കാണുന്ന ഒരു ട്രെൻഡാണ് മറ്റേ ഡ്രോണിൻ്റെ വീഡിയോ എടുത്ത് തരുന്ന ഒരു പരിപാടി. അങ്ങനെ ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ട് കേട്ടോ, ഡ്രോണിൻ്റെത്. നമ്മുടെ മേളിൽ കൂടെ പോകുന്നതാണ് ഡ്രോണായിട്ട്. കപ്പിൾസൊക്കെ ഫോട്ടോഷൂട്ടിനായിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇപ്പോൾ ഇത്. വളരെ നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും, വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു വൈബുള്ളൊരു സ്ഥലമായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ ഇത്. നമ്മൾ ഇനി ചെന്ന് കയറാൻ പോകുന്ന സ്ഥലം സിനിമാ പ്രേമികൾക്കെല്ലാം പരിചയമുള്ളൊരു സ്ഥലമായിരിക്കും. ഏതാണെന്ന് മനസ്സിലായി കാണുമോ? ഇതാണ് നമ്മുടെ കുഞ്ചാക്കോ ബോബൻ്റെ പുള്ളിപ്പുലിയും ആട്ടിൻകുട്ടികളും എന്ന സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ. ഈ വീടുകളൊക്കെ നിങ്ങൾക്കെല്ലാം പരിചയമുണ്ടാവും. ഇവിടുത്തെ ഈ കുളക്കടവൊക്കെ കാണുമ്പോഴത്തേക്കറിയാം ജോജു ജോർജും കൂട്ടരും ചാടിയ കുളക്കടവും മമിത പ്രമോദും നമ്മുടെ ബിന്ദു പണിക്കരൊക്കെ താമസിച്ച വീടുമൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്കതൊരു എക്സ്പീരിയൻസ് ആണത്. ആലപ്പുഴ കാണാൻ വരുന്നവരെല്ലാം മസ്റ്റായിട്ട് കാണേണ്ട ഒരു പ്ലേസാണ് ഈ കൈനഗരി. നിങ്ങളുടെയൊക്കെ ബക്കറ്റ് ലിസ്റ്റ് ഉൾപ്പെടുത്തേണ്ട ഒരു പ്ലേസ് കൂടിയാണിത്. പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് പുതിയ വീഡിയോ ആയിട്ട് വരേക്കും എല്ലാവർക്കും ബൈ ഫ്രം ആനസ്.